സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ സ്കൂൾ പരിസരത്ത് നിന്നും പെരിന്തൽമണ്ണ പോലീസ് 30ഓളം ബൈക്കുകളും സ്കൂട്ടറുകളും പിടിച്ചെടുത്തു. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചതിന് പ്രായപൂർത്തിയാകാത്ത 4 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പെരിന്തൽമണ്ണ സ്കൂൾ പരിസരങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് 15ഓളം ബൈക്കുകളും സ്കൂട്ടറുകളും പോലീസ് പിടിച്ചെടുത്തത്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചതിന് 4 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വാഹനങ്ങളുടെ RC ഓണറെ വിളിച്ചു വരുത്തി പിഴ ഈടാക്കിയതിന് ശേഷമേ വാഹനങ്ങൾ വിട്ടു നൽകിയുള്ളൂ എന്ന് പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരൻ പറഞ്ഞു. നമുക്ക് ഈ സ്കൂളുകളിൽ പ്രത്യേകിച്ചും 10ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ റേഞ്ചിലുള്ള സ്കൂളുകളിലെ കുട്ടികൾ ഒരുപാട് ബൈക്കുകൾ 2 വീലേഴ്സ് ഉപയോഗിച്ച് വരുന്നു. അവർ യാതൊരു നിയമവും പാലിക്കാതെ വണ്ടി ഓടിക്കുന്നു, വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുന്നു, അതുപോലെ തന്നെ കൂട്ടുകാരുടെ വണ്ടി എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അതിൽ അപകടങ്ങളും അതുകൂടാതെ സ്കൂളുകളിൽ അവർ തമ്മിലുള്ള തർക്കങ്ങൾ അത് അടിപിടിയിലേക്ക് പോകുന്നത് അതൊരു വലിയൊരു സീരിയസ് മാറ്ററിലേക്ക് പോകുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ SP സാറിൻ്റെ ഇവിടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 2 ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവ്. അത് ജില്ലാ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലൊക്കെ തന്നെ ഒരു 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു നിയമവും പാലിക്കാതെ വാഹനങ്ങളുമായിട്ട് നിരത്തിലിറങ്ങി സ്കൂളിൽ വെക്കുകയും സ്കൂളിൽ കൊണ്ടുവരികയും ആ സ്കൂളിൻ്റെ പരിസരത്തുള്ള വീടുകളിലും കടകളുടെ മുൻവശത്തും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പാർക്കിംഗ് ഏരിയകളിലും ഒക്കെ ഇവരിത് പാർക്ക് ചെയ്തിട്ട് സ്കൂളിൽ പോവുകയും തിരിച്ചു വരുമ്പോഴും ഈ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. ഈ വണ്ടി എടുക്കുമ്പോഴത്തേക്കും അവർ എല്ലാ കുട്ടികളും കൂടെ 2, 3, 4, 5 പേര് വരെ കയറിയ ബൈക്കുകൾ ഞങ്ങൾക്ക് കിട്ടി. അപ്പം അതിൽ ചില കുട്ടികൾ എല്ലാം ജുവനൈൽസാണ്. നമുക്കിപ്പം ഓൾറെഡി നമ്മളിപ്പം 2 കേസ് ഇന്നലെ എടുത്തു. ഇന്നിപ്പം വീണ്ടും തൂത സ്കൂളിൻ്റെ അവിടുന്ന് ഒരു 3 വണ്ടിയും കൂടെ കിട്ടിയിട്ടുണ്ട് ജുവനൈൽ ഓടിച്ചത്, അതായത് 18 വയസ്സ് താഴെയുള്ളവർ ഓടിച്ചത്. അപ്പോൾ അതെല്ലാം നമ്മൾ ആ കേസ് എടുക്കുന്നത് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പേരൻസിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ RC ഓണർക്കാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വണ്ടികൾ കൊടുത്തു വിടുമ്പോഴത്തേക്കും RC ഓണറുടെ പേരിലാണ് കേസ് വരുന്നത്. അതിന് വളരെ ഉയർന്ന ഫൈനാണ്, ചെറിയ ഫൈനിലൊന്നും അത് തീരില്ല. അതുപോലെ തന്നെ വണ്ടികൾ സീസ് ചെയ്യും, അത് കോടതിയിൽ കൊടുക്കും. പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ISS ഹയർ സെക്കൻഡറി സ്കൂൾ, ആനമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂൾ, തൂത തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പെരിന്തൽമണ്ണ പോലീസ് പരിശോധന നടത്തിയത്. പെരിന്തൽമണ്ണ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, സബ് ഇൻസ്പെക്ടർ ഷിജോ C തങ്കച്ചൻ, SI മാരായ ശ്രീനിവാസൻ, സുകുമാരൻ, അബ്ബാസ്, SCPO മാരായ ജയചന്ദ്രൻ, ജയേഷ്, സുധീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ സ്കൂട്ടറുകളിലും ബൈക്കിലും മറ്റും സ്കൂളിലെത്തുകയും 3, 4 പേർ ചേർന്ന് ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുകയും ചെയ്യുന്നത് വൻ അപകടങ്ങൾ വിളിച്ചു വരുത്തും. സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ കർശന നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകും. വീഡിയോ ജേർണലിസ്റ്റ് M ജവാദിനൊപ്പം സുനിൽ മോഹൻ, പെരിന്തൽമണ്ണ ഡെയിലി ന്യൂസ്.